വലിയ വലിയ ആളുകൾ പറയുന്ന പരസ്പര വിരുദ്ധമായ ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്ന് വൈറ്റ് ഹൗസിൽ പ്രസിഡന്റ് ട്രംപ് വാർത്താലേഖകരെ കാണുമ്പോൾ ആളുകൾ ചോദിക്കുന്നത്, പ്രധാനമായിട്ടും അറിയേണ്ടത്, യുദ്ധവിജയത്തെക്കുറിച്ചുള്ള അവകാശവാദം, യുദ്ധത്തിൻ്റെ ഗതിയെക്കുറിച്ചുള്ള നീക്കുപോക്കുകൾ, ഇതിനെക്കുറിച്ച് പ്രസിഡന്റിന് എന്താണ് പറയാനുള്ളത്? പ്രസിഡന്റ് പറയുന്ന കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞാൽ, ഇറാൻ്റെ നേവി സേന കഴിഞ്ഞു, ഇറാൻ്റെ എയർഫോഴ്സ് തീർന്നു, ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നു, നേതാക്കന്മാരെല്ലാം പോയി, റഡാറുകളെല്ലാം പോയി, ഇനി സംഭവിക്കാനിരിക്കുന്നതെല്ലാം ഇതുവരെ സംഭവിച്ചതിന് അപ്പുറമുള്ള കാര്യങ്ങളാണ്. അതവിടെ നിൽക്കട്ടെ, യുദ്ധവിജയത്തെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇപ്പോഴും അവസാനിച്ചിട്ടില്ല, നോട്ട് ഫിനിഷ്ഡ് യെറ്റ് എന്ന മറുപടി മാത്രമാണ്. എന്നാൽ അങ്ങ് പറയുന്ന സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു യുദ്ധത്തിൻ്റെ വിജയം അമേരിക്കയ്ക്ക് കിട്ടി, ഇസ്രായേലിന് കിട്ടി എന്ന് പറഞ്ഞുകൂടെ ചോദിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല എന്നാണ്. അങ്ങേക്ക് ഇഷ്ടമില്ലാത്തൊരു ഭരണാധികാരി, മത നേതൃത്വം ഇറാനിൽ അധികാരത്തിലിരിക്കുന്നുണ്ടല്ലോ, അതേക്കുറിച്ച് എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? യുദ്ധവിജയവുമായി ബന്ധപ്പെടുത്തി പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴും അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നില്ല എന്ന് 2 പ്രാവശ്യം എടുത്തു പറഞ്ഞ ട്രംപിനെയാണ് ഇന്ന് വൈറ്റ് ഹൗസിൽ വാർത്താലേഖകർ കണ്ടതെന്ന് ഞങ്ങളിവിടെ ഇരുന്ന് പറയുന്നതല്ല. CNN, BBC, ന്യൂയോർക്ക് ടൈംസ് ഒക്കെ പറയുന്ന കാര്യമാണ് ഈ സൂചിപ്പിച്ചത്. ഇറാൻ്റെ ഭാഗത്തു നിന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ആരും വിചാരിക്കാത്തൊരു കാര്യം കൂടി സംഭവിച്ചതായി ഇറാൻ്റെ ആർമി ഇന്ന് അവകാശപ്പെടുന്നു. സ്ട്രൈക്കർ എന്ന് പറയുന്ന ഒരു US മെഡിക്കൽ കമ്പനിയുടെ ഡാറ്റ സൈബർ അറ്റാക്ക് വഴി തകർത്തിരിക്കുന്നെന്നും ലക്ഷക്കണക്കിന് ഡാറ്റ ചോരുന്ന വിധത്തിൽ നശിപ്പിച്ചെന്നും അവകാശപ്പെടുകയാണ്. മാത്രമല്ല, ചില കണക്കുകൾ കൂടി ഇറാൻ്റെ ഭാഗത്തു നിന്ന് ധരിക്കുന്നു. ഇസ്രായേലിന് നേർക്ക് ശക്തമായ ആക്രമണം നടത്തിയെന്നും 16 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടതെന്നും 1000-ലധികം പേർക്ക് പരിക്ക് പറ്റിയെന്നും ഈ റിപ്പോർട്ട് പറയുന്നു. പ്രത്യേകിച്ച് ഇഞ്ചുറിയുടെ എണ്ണം പറയുന്നത് 2000-ലധികം എന്നാണ്. എങ്കിലും ചില കണക്കുകളിൽ 1000 എന്നാണ് കാണുന്നത്. ടെല്ലവീവും ഹൈഫയും അടക്കം 6 ഇടങ്ങളിലേക്ക് 120 തവണ ആക്രമണം നടത്തിയതായി ഇറാൻ അവകാശപ്പെടുകയാണ്. അമേരിക്ക ഒരു ദിവസം $1 ബില്യൺ യുദ്ധത്തിന് വേണ്ടി ചെലവഴിക്കുന്നതെങ്കിൽ ഇസ്രയേൽ ഒരാഴ്ചയിൽ ഏതാണ്ട് $3 ബില്യൺ ചെലവഴിക്കുന്ന വിധത്തിലായി സാമ്പത്തിക രംഗം പാപ്പരായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയെന്നും ഇറാൻ അവകാശപ്പെടുകയാണ്. ഇതിനിടയിൽ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയം യുദ്ധത്തിലെ ആളുകൾ മരിക്കുന്നതോ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതോ ഒന്നുമല്ല. ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾ പോകുന്നുണ്ടോ, എണ്ണയുമായി ഗ്യാസുമായി സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാകുന്നുണ്ടോ, അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്നും വേണ്ട, നമ്മുടെ യുദ്ധത്തിലൊന്നും നേരിട്ട് ഇടപെടാത്ത നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ എന്താണ്? ഗ്യാസ് കിട്ടാനില്ല എന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. ഗ്യാസിന് പകരം പറ്റുമെങ്കിൽ എല്ലാവരും ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാചകം ചെയ്യൂ എന്നൊക്കെ പറയുന്ന വിധത്തിൽ ഓരോ കമ്മ്യൂണിറ്റികളും, റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റികളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ വാർത്താക്കുറിപ്പുകളിലൂടെ പുറത്തിറക്കുന്നൊരു സിറ്റുവേഷനാണ്. ഇതെങ്ങനെ വന്നു? ഈ ഹോർമൂസ് കടലിടുക്ക് ലോകത്തെ ഏറ്റവും വലിയ സ്വാധീന ശക്തിയുള്ള പ്രദേശമായി ഇപ്പോൾ ചരിത്രത്തിൽ മാറി നിൽക്കുന്നൊരു അന്തരീക്ഷമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാകണം അമേരിക്ക ഇന്ന് 16 വെസൽസിനെ അറ്റാക്ക് ചെയ്തു. എന്താണ് ഈ 16 വെസൽസ് ഉദ്ദേശിക്കുന്നത്? ഇറാൻ അവിടെ നേവൽ മൈൻസ് പാകാൻ വേണ്ടി ചില അന്തർവാഹിനി സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പരിപാടികൾ നടത്തി ഒപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അമേരിക്ക അങ്ങനെ ഒരു ആക്രമണം നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് കടലിൻ്റെ അടിയിൽ മൈനുകൾ കുഴിച്ചിടുന്ന പരിപാടി, അതിൽ വൈദഗ്ധ്യം നേടിയ ഇറാൻ സേന, ഇറാൻ നേവി അംഗങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നെന്നും ഏതെങ്കിലും കപ്പൽ പോയാൽ അപ്പോൾ തന്നെ മൈനുകൾ പൊട്ടിത്തെറിക്കുമെന്നും അതിനെ മുക്കുമെന്നും, അതുകൊണ്ടാണ് ഇപ്പോൾ ശക്തമായ ആക്രമണം ഹോർമൂസിലാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമേരിക്ക അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നതെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുകയാണ്. ഒരു തായ്ലൻഡിൻ്റെ കപ്പൽ ഇന്ത്യയിലെ കണ്ടില തുറമുഖത്തേക്ക് വരികയായിരുന്ന കപ്പൽ, അതിനു നേരെ ആക്രമണം നടന്നു. ആരാക്രമിച്ചു, എന്തിനാക്രമിച്ചു എന്നുള്ളതറിയില്ല. ഇന്ത്യ ശക്തമായി ആ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ടെന്നും മറ്റൊരു റിപ്പോർട്ട് വ്യക്തമാക്കുകയാണ്. ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ആഗോള ഓഹരി വിപണി തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, എല്ലായിടത്തും ഗ്യാസിൻ്റെയും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയ്ക്കുള്ളിലെ സാഹചര്യം ഈ വിഷയത്തിൽ എന്താണ്? ഒരു ഗാലന് $3-4 വെച്ച് വില വർദ്ധിക്കുന്ന സാഹചര്യം ഇതിനകം തന്നെ ഉണ്ടായതുകൊണ്ട് തന്നെ അമേരിക്കയിൽ സാമൂഹികമായതും ഒരൽപ്പം രാഷ്ട്രീയവുമായിട്ടുള്ള പ്രത്യാഘാതങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ അമേരിക്കയിലെ മാധ്യമങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ കോൺഗ്രസിൻ്റെ അനുമതി ഇല്ലാതെ കണ്ട്
തങ്ങളുടെ രാജ്യം മറ്റൊരു രാജ്യവുമായി യുദ്ധത്തിലേർപ്പെടുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന സാമ്പത്തിക വിപത്തുകളെക്കുറിച്ച് നേരത്തെ കൂട്ടി എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല? അമേരിക്കയിലെ പല സ്റ്റോക്ക് മാർക്കറ്റുകളും തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നത്, ഇടയ്ക്കിടെ യുദ്ധം ഇപ്പോൾ നിൽക്കും എന്ന് ട്രംപ് പറയുമ്പോൾ പെട്ടെന്ന് വീണ്ടും സ്റ്റോക്ക് കയറി വരുന്നത്, ഈ സാഹചര്യം ആളുകളെ പൊതുവെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട് അമേരിക്കയിൽ എന്നാണ് പൊതുവെ തെളിയുന്ന ചിത്രങ്ങൾ. ഈ തിരിപ്പോന്ന ഹോർമൂസ് കടലിടുക്കിലൂടെ ലോക എണ്ണയുടെ, ലോക ഗ്യാസിൻ്റെ ഏതാണ്ട് 30% കടന്നു പോവുകയാണ്. ഏഷ്യ മേഖലയിലൊക്കെ അല്ലെങ്കിൽ അറബിക്കടൽ ഭാഗത്തേക്കൊക്കെ എണ്ണ ഈ അറേബ്യൻ ഗൾഫിൻ്റെ പ്രദേശത്തുനിന്ന് വരണമെങ്കിൽ ഹോർമൂസ് കടലിടുക്കിലൂടെ വരണം. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചല്ലോ, ഒരുപാട് മറ്റ് ദീർഘമായ വഴികളിലൂടെ ചിലവ് കൂടിയ ഒരു രൂപത്തിലേക്ക് പോവേണ്ടി വരും. അത് മറികടക്കാനാണല്ലോ ഹോർമൂസ് കടലിടുക്ക്, അതിൻ്റെ നിയന്ത്രണമാണല്ലോ ഇറാൻ്റെ കയ്യിലുള്ളത്. ഇപ്പോൾ എന്താ സംഭവിച്ചത്? 32 എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ ഒത്തുചേർന്നിട്ട് ഇന്ന് വരെ ചരിത്രം കണ്ടിട്ടില്ലാത്തത്രയും റിസർവ് എണ്ണ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നു എന്നാണ് ഒടുവിൽ കിട്ടിയിരിക്കുന്ന വിവരം. അതായത് 400 മില്യൺ ബാരൽ എണ്ണ അടിയന്തരമായിട്ടുള്ള റിസർവാക്കി റിലീസ് ചെയ്യാനാണ് ഇപ്പോൾ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ 32 പേരും ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത്. വേറെ എണ്ണയൊന്നും കിട്ടിയില്ലെങ്കിൽ എത്ര ദിവസത്തേക്ക് വരും, എത്ര നാളത്തേക്ക് വരും? 400 മില്യൺ ബാരൽ എന്ന് പറയുമ്പോൾ 4-5 ദിവസത്തേക്ക് വരും. അപ്പോൾ ശാശ്വതമായ പരിഹാരം ഹോർമൂസ് കടലിടുക്കിലൂടെ സുഗമമായിട്ട് എണ്ണക്കപ്പലുകൾക്ക് പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കുക എന്നത് മാത്രമാണ്. ഈ സമയത്ത് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഗൾഫ് രാജ്യങ്ങൾക്ക് മേലുള്ള ആക്രമണം തുടരുകയാണ്. ഇന്ന് അബുദാബി എയർപോർട്ടിൽ, പഴയ എയർപോർട്ടിൽ, അതിൻ്റെ ഭാഗത്ത് ഇൻ്റർസെപ്റ്റ് ചെയ്ത ചില കഷ്ണങ്ങൾ വന്നു വീണു. ആ അത്യാഹിതമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തീയണയ്ക്കുന്ന വിധത്തിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഇടപെടാൻ പറ്റി. ഒരു പരുക്കും ഉണ്ടായിട്ടില്ല. ദുബായ് എയർപോർട്ടിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഇൻ്റർസെപ്റ്റ് ചെയ്ത് വീണ ഡ്രോണുകളുടെ അംശങ്ങൾ വീണിട്ട് 4 പേർക്ക് പരുക്ക് പറ്റിയെന്ന റിപ്പോർട്ട് രാവിലെ തന്നെ ഉണ്ടായിരുന്നു. അമേരിക്കൻ ബേസുകളും ഗൾഫിലെ എയർപോർട്ടുകളും എണ്ണ ടാങ്കുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും ആക്രമിക്കുന്നതിലേക്കാണ് ഇറാൻ ശ്രദ്ധ വയ്ക്കുന്നത് എന്ന് തോന്നുമാറാണ് ഇപ്പോൾ ആക്രമണങ്ങൾ മുന്നോട്ട് പോകുന്നത്. സലാലയിലെ ഒരു എണ്ണ ടാങ്കിന് ഇങ്ങനെ ഒരു ആക്രമണത്തിൽ തീപിടുത്തമുണ്ടായതിനെക്കുറിച്ച് ഒമാൻ ശക്തമായി അപലപിച്ചതായി റിപ്പോർട്ടുകൾ പറയുകയാണ്. ഇതുവരെയുള്ള റിപ്പോർട്ടനുസരിച്ച് കുവൈറ്റിൽ 12 പേർ മരിച്ചു, UAEയിൽ 6 പേർ, സൗദി അറേബ്യയിൽ 2 പേർ, ബഹ്റിനിലും ഒമാനിലും ഓരോരുത്തർ വീതം. ഈ ഒമാനിലൊരു ആളില്ലാത്ത ബോട്ട് വന്നിട്ടൊരു ഓയിൽ ടാങ്കറിൽ ഇടിച്ചിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ മരിച്ചത് എന്ന കാര്യം യുദ്ധത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ റിപ്പോർട്ടായി വന്നതാണ്. ഫെബ്രുവരി 28 ആദ്യത്തെ ദിവസം ഈ ആക്രമണം നടക്കുമ്പോൾ തന്നെ ഇറാനിലെ ഒരു സ്കൂളിൽ മിസൈൽ വന്ന് വീണത്, 150-ലധികം പേർ അപ്പോൾ തന്നെ മരിച്ചത്. അതിനെക്കുറിച്ച് ഇപ്പോൾ ആർമിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന, അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് തങ്ങൾ ഉദ്ദേശിച്ചതല്ല, ടാർഗറ്റ് അല്പം ഒന്ന് മാറിപ്പോയതാണ് എന്ന രൂപത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നതെന്ന് ഇന്ന് ന്യൂയോർക്ക് ടൈംസ് പറയുകയാണ്. ആ സ്കൂളിനെ അല്ല ലക്ഷ്യം വെച്ചിരുന്നത് എന്നാണ് അമേരിക്ക ഇപ്പോൾ പറയുന്നത്. സൗദിയും UAEയും ഖത്തറും യുക്രൈൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന അർത്ഥത്തിൽ ഉക്രൈനിൽ നിന്നുള്ള റിപ്പോർട്ടുകളും വരികയാണ്. പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും അക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ദുബായ് പോലീസ് ആവർത്തിച്ച് പറയുന്ന ഒരു അവയർനെസ് അലർട്ട്, ഈ കേൾക്കാത്ത കാര്യങ്ങൾ, അറിയാത്ത കാര്യങ്ങൾ, റൂമറുകൾ, ഇങ്ങനെയുള്ളതൊക്കെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി സാമൂഹിക മാധ്യമങ്ങളെ ഉപയോഗിക്കരുത്. എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ഞങ്ങളൊക്കെ എല്ലാം റെഫർ ചെയ്യുന്നത് UAE ഗവൺമെൻറ് ഒഫീഷ്യലായിട്ട് ഇത്തരം കാര്യങ്ങളിൽ എന്ത് അഡ്വൈസാണ് നൽകുന്നത്, എന്ത് അലർട്ടാണ് നൽകുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ പരമാവധി നമ്മുടെ ആളുകളെ അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പല ആളുകളും തങ്ങൾക്ക് നേരത്തെ വിവരം കിട്ടി, തങ്ങൾക്ക് മാത്രം വിവരം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത ചിത്രങ്ങൾ, AI സംവിധാനത്തിലൂടെ ഉണ്ടാക്കിയെടുത്ത ചിത്രങ്ങൾ, വീഡിയോകൾ, ഇതൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് കള്ളവാർത്ത പരസ്യമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണമെന്നും പിഴ കൊടുക്കേണ്ടി വരുമെന്നും ദുബായ് പോലീസ് ആവർത്തിച്ച് പറയുകയാണ്. 2 ലക്ഷം ദിർഹം വരെ പിഴ കൊടുക്കേണ്ടി വരുന്നതാണ് ഇത്തരം കുറ്റകൃത്യങ്ങളെന്ന് മനസ്സിലാക്കണം. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ സൈനികർ നേവൽ മൈനുകൾ പാകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നതിനെക്കുറിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ പറയുന്നത് ഇത് സംബന്ധിച്ച സ്ഥിരീകരണമൊന്നും തങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഗെയിമിംഗ് റിസോർട്ടുകളിലൊന്ന് റാസൽ ഖൈമയിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നെല്ലാവർക്കും അറിയാം. ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വലിയ സ്ഥാപനമായി വിന്നൽ മർജാൻ എന്ന പ്രോജക്റ്റ് മാറുകയാണെന്ന് എല്ലാവർക്കും അറിയാം. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു പശ്ചാത്തലത്തിൽ പണി നിർത്തിവെച്ചിരുന്നു, അത് വീണ്ടും പുനരാരംഭിച്ചു എന്ന റിപ്പോർട്ടാണ് ഇന്ന് വരുന്നത്. $510 കോടി പ്രോജക്റ്റാണ്.
അത് 2027 തുടക്കത്തിൽ തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് വിനൽ മർജാൻ റാസൽ ഖൈമയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ മൊത്തം ശ്രദ്ധ ഏറ്റുവാങ്ങുന്ന തരത്തിൽ UAEയുടെ അതിശക്തമായ ഒരു ഉന്നമനത്തിൻ്റെ പ്രതീകമായി വിനൽ മർജാൻ മാറുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപനമുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഇതുമായി ബന്ധമില്ലെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദുബായിലൊക്കെ പല ആളുകളും ഈ പെർമിറ്റ് ഇല്ലാതെ കണ്ട് ഷെയറിംഗ് അക്കോമഡേഷനിൽ താമസിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള പരിശോധന കർശനമായി നടക്കും. സുരക്ഷയുടെ ഭാഗം കൂടിയാണത്. അതുകൊണ്ട് തന്നെ അങ്ങനെ പിടിക്കപ്പെട്ടാൽ 1 മില്യൺ ദിർഹം വരെ പിഴ കൊടുക്കേണ്ടി വരും. ഒരുപാട് ആളുകൾ, മലയാളികളുമൊക്കെ ഈ രംഗത്തുണ്ട്. ഒരു വീടെടുത്തിട്ട് 8ഉം 10ഉം ആൾക്കാർക്ക് വേണ്ടി വിഭജിച്ച് കൊടുക്കും. കോൺട്രാക്റ്റൊന്നും ഉണ്ടാവില്ല. അത്തരത്തിലുള്ള പ്രവണത അനുവദിക്കില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. പ്രത്യേകം ശ്രദ്ധിക്കണം. മില്യൺ കണക്കിന് പിഴ കൊടുക്കേണ്ടി വരുന്ന കുറ്റകൃത്യമായി അത് മാറുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മളൊരുപാട് പ്രതിസന്ധികൾ ഈ ഗൾഫ് മേഖലയിൽ കഴിയുന്ന പ്രവാസികൾ എത്രയോ പതിറ്റാണ്ടുകളായി കണ്ടവരാണ്. ഇറാൻ-ഇറാഖ് യുദ്ധത്തിൻ്റെ കാലം, പിന്നെ ഗൾഫ് യുദ്ധത്തിൻ്റെ കാലം, കുവൈറ്റ് അധിനിവേശം, ആ സമയമൊക്കെ ഓർമ്മയുള്ളവർക്കറിയാം. പിന്നീട് ഇറാഖിന് മേലുണ്ടായ യുദ്ധത്തിൻ്റെ സാഹചര്യം, ആ സമയത്ത് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതിനുശേഷം പിന്നെ 2008 ഉണ്ടായ ഒരു മഹാപ്രതിസന്ധി, സാമ്പത്തികമായിട്ടുണ്ടായിരിക്കുന്ന റെസഷൻ, ആ സമയത്തും അതിജീവിച്ചത് എങ്ങനെയെന്നറിയാം ഗൾഫ് മേഖല. ഓരോ ഘട്ടം നോക്കിയാലും പിന്നീട് മഹാമാരിയുടെ ഘട്ടം വന്നപ്പോൾ ഗൾഫ് എങ്ങനെയാണ് പിടിച്ചു നിന്നത്, അതിനുശേഷമുള്ള ഉയർച്ച എന്തൊക്കെയായിരുന്നു, ഇതെല്ലാം മനസ്സിലാക്കിയ, ചരിത്രം മനസ്സിലാക്കുന്ന ആളുകൾ ഇപ്പോഴും സമാധാനപരമായി ശുഭപ്രതീക്ഷയോടുകൂടി നിൽക്കുക. ഈ മണ്ണ് അങ്ങനെയുള്ളതാണ് എന്നുറച്ച് വിശ്വസിക്കുക. അല്ലാതെ പെട്ടെന്ന് ഇവിടം വിട്ട് നമ്മൾ പോകേണ്ടി വരുമോ, നമ്മുടെ നാട്ടിൽ യുദ്ധമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുന്ന ഒരുപാട് സാധാരണക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതുകൊണ്ട് പറയുകയാണ്. ആത്മവിശ്വാസത്തോടു കൂടി ഉള്ള ജോലിയിൽ ഉറച്ച് മുന്നോട്ട് പോകാനുള്ള പ്രതിജ്ഞ പുതുക്കി ഇവിടെ നിൽക്കുക. ഈ മണ്ണ് നമുക്കെന്നും ആശ്രയമായി തന്നെ, നമ്മുടെ രണ്ടാം ഭവനമായി എന്നും നിലകൊള്ളുന്ന വിധത്തിലാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഭരണാധികാരികൾ അതിനുവേണ്ട സർവ്വ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം നിലകൊള്ളുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങാൻ ഞങ്ങളും ഓർമ്മിപ്പിക്കുകയാണ്. നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ്, കല്യാൺ ജുവല്ലേഴ്സ്, ലുലു, പാർത്ത സിഗ്നേച്ചർ, അബു ഷഗാര ഷാർജ, അരീൻ ബേക്കേഴ്സ്, eLessons.net, ഫിറ ഫുഡ്സ്, ധന്വന്തരി ആയുർവേദ, അൽസുദ് കാർഗോ, ഗോൾഡ് സ്റ്റാർ റെന്റ് കാർ, ഡോക്ടർ റസീനാസ് ആയുർവേദിക് ക്ലിനിക്, ഐൻ ഗോൾഡൻ ഡയമണ്ട്സ്, ചോക്കോ വേൾഡ്, വിൻറ്റേജ് ലക്സ് റിയൽ എസ്റ്റേറ്റ്, ഡീൽ പ്രൈസ്, ഇന്ത്യ GCC ബിസിനസ് ലോഞ്ച്.